ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. നമുക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നാൽ തന്നെ പേടിയാണ്, ഹാർട്ട് അറ്റാക്ക് ആണോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഹാർട്ട് അറ്റാക്കും അതിനുള്ള നൂതന ചികിത്സകളുമാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി ലൂത്ത് ഹോസ്പിറ്റൽ സീനിയർ കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ ജോർജ് തയ്യിൽ നമ്മളോടൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ഇന്ന് കേട്ടുവരുന്നത് കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ്. ഇത് ശരിയാണോ? തീർച്ചയായിട്ടും. അതായത് ലോകത്തെ ഏതാണ്ട് 17.5 ദശലക്ഷം ആൾക്കാരാണ് ഭൂമുഖത്ത് വർഷം പ്രതി ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടയുന്നത്. ഈ സംഖ്യ ഏതാണ്ട് 2020-25 ആകുന്നതോടെ 23-24 ദശലക്ഷമായി ഉയരുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. ഏതാണ്ട് എല്ലാ 20 സെക്കൻഡിലും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണ് ലോകത്ത്. ഓരോ മിനിറ്റിലും ഓരോരുത്തർ വീതം മരിക്കുകയാണ്. ഇത് പഴയ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. ഇപ്പോൾ അതൊരു പക്ഷേ അതിനേക്കാളും കൂടുതലാകാം. ഇന്ത്യയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ 30 വർഷത്തിൽ ഹൃദ്രോഗം ഇന്ത്യയിൽ 300% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നഗരവാസികൾ ഗ്രാമീണരേക്കാൾ വളരെയധികം കൂടുതൽ. ലോകത്താകമാനമുള്ള ഹൃദ്രോഗികളുടെ സംഖ്യ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 60%-ലധികം ഹൃദ്രോഗികളും ഇന്ത്യയിലാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. സസ്യബുക്കുകളായ ഇന്ത്യക്കാരുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഹൃദ്രോഗ സാധ്യത അപകടകരമാവണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിഭാസം നാം കാണുകയാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ലോകാരോഗ്യ സംഘടനയും യുനെസ്കോയും വേൾഡ് ഹാർട്ട് ഫെഡറേഷനുമൊക്കെ ഹൃദ്രോഗത്തെ പിടിയിലൊതുക്കുവാനുള്ള സജീവമായ ക്രിയാത്മക നടപടികളുമായി മുന്നോട്ട് വരുന്നത്. ഓരോ തരത്തിലുള്ള പ്രതിരോധ നടപടികൾ കൊണ്ടും ചികിത്സയുമൊക്കെ കൊണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് സമൂഹത്തിൽ അങ്ങേയറ്റം ഭയമുളവാക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. വളരെയധികം ജനകീയമായ ഒരു വാക്കാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ടിന് ഏൽക്കുന്ന ഒരു ആഘാതം, ആ ആഘാതം മനുഷ്യനെ മൃത്യുവിലേക്ക് വലിച്ചിഴക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന് ഭയമാണ്. സർ, ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹാർട്ട് അറ്റാക്ക് നിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭയങ്കര പേടിയാണ്. തീർച്ചയായിട്ടും. ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഇത്രയധികം ഭയക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഏതാണ്ട് നെഞ്ചിൽ വിലങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന വേദന ഇരു കരങ്ങളിലേക്കും പടരുന്നതായി പരാതിപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളോട് പറയുക, മരണം ഇത് അടുത്തെത്തിയിരിക്കുന്നു. ക്രിസ്തുവിന് ഏതാണ്ട് 3600 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലുണ്ടായിരുന്ന ഒരു ഭിഷഗ്വര ശ്രേഷ്ഠൻ ഒരു ശിലാഫലകത്തിൽ എഴുതി വെച്ച വാക്കുകളാണിവ. നൂറ്റാണ്ടുകൾക്കിപ്പുറം വൈദ്യശാസ്ത്രം എത്രയൊക്കെ അഭിവൃദ്ധി ഉണ്ടായാലും ഏതാണ്ട് 3600-2000 ഏതാണ്ട് 5600 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഇതേ രോഗലക്ഷണമുള്ള ഒരാളെ കാണുകയാണെങ്കിൽ മറ്റൊന്നാവില്ല ഭിഷഗ്വരന് പറയാനുണ്ടാകുക. നെഞ്ചിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുസ്സഹമായ വേദന ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നെഞ്ചിനുള്ളിൽ ഏതാണ്ട് വാരിയലുകൾക്കും സുദൃഢമായ മാംസപേശികൾക്കും ഉള്ളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിനേൽക്കുന്ന ഏതാണ്ട് 300-350 ഗ്രാം ഭാരമുള്ള ഹൃദയത്തിനേൽക്കുന്ന ആഘാതം മൃത്യുവിലേക്കുള്ള വഴി വെട്ടിച്ചുരുക്കുമെന്ന ആ അറിവ് നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അറിവായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. നെഞ്ചുവേദന എന്ന് കേൾക്കുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഭയമാണ്. പലരും നെഞ്ചുവേദനയെ പല വിധത്തിലാണ് കണക്കാക്കുന്നത്, അതിനെ അഭിമുഖീകരിക്കുന്നത്. ചിലർ വളരെ ലാഘവത്തോടെ നെഞ്ചുവേദന വന്നാൽ എക്സിക്യൂട്ടീവ്സ്, ഞങ്ങൾ ഡിനയൽ സിൻഡ്രം എന്ന് പറയും. ഒത്തിരി ജോലി ചെയ്യാനുള്ള ആൾക്കാർ, എക്സിക്യൂട്ടീവ്സ്, ഡയറക്ടേഴ്സ്, ഇവരൊക്കെ രോഗം വരാനുള്ള ആ ഒരു സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കുവാൻ വേണ്ടി നെഞ്ചുവേദനയൊക്കെ അവഗണിക്കുകയാണ് ഉണ്ടാകുന്നത്. അതിനനുസൃതമായ അപകടങ്ങളും അവർക്ക് ഉണ്ടാകുകയാണെന്ന് ഓർക്കണം. കാരണം നെഞ്ചുവേദന എന്നുള്ളത് ഹൃദ്രോഗത്താലുള്ള നെഞ്ചുവേദനയാണെങ്കിൽ ആദ്യ മണിക്കൂറിൽ ഒരു രോഗി മരിക്കുവാനുള്ള സാധ്യത ഏതാണ്ട് 60 മുതൽ 70-80% വരെയാണെന്ന് ഓർക്കണം, കൃത്യമായ ചികിത്സ നാം നൽകുന്നില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ നെഞ്ചുവേദന ഹൃദ്രോഗത്താലാണെങ്കിൽ തീർച്ചയായിട്ടും സമുചിതമായ ചികിത്സ ഉടനടി നൽകണം. നേരെ മറിച്ച് എല്ലാ നെഞ്ചുവേദനയും അല്ലെങ്കിൽ നെഞ്ചിലുള്ള അസ്വാസ്ഥ്യങ്ങളെല്ലാം ഹൃദ്രോഗത്താലാവണമെന്നില്ല. പക്ഷേ ആ വേർതിരിച്ചെടുക്കലും രോഗനിർണയവും ഒക്കെ ഒരു ഭിഷഗ്വരനായിരിക്കണം ചെയ്യേണ്ടത്. നാം ഒരു നെഞ്ചുവേദന വന്നാൽ അത് ഗ്യാസാണെന്ന് കരുതി എന്തെങ്കിലും ഗ്യാസിനുള്ള സംഹാരമൂലികൾ കഴിച്ച് തൃപ്തമായി വീട്ടിൽ കിടന്നുറങ്ങാതെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം മരിച്ച ഒരാളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചുവേദന പലതരമുണ്ട്. ഹൃദയാഘാതത്താൽ ഉണ്ടാകുന്ന നെഞ്ചുവേദനയും ഹൃദയേതര നെഞ്ചുവേദനയും. ആദ്യമായിട്ട് ഹൃദയേതര നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ നാം ഓർക്കണം, നെഞ്ചിലുള്ള അവയവങ്ങൾ
ഹൃദയം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവമായതുകൊണ്ട് അതിനെ പൊതിഞ്ഞ് ഇരുവശങ്ങളിലുമായി ശ്വാസകോശങ്ങളും അതിനു മുകളിലായി ശക്തമായ മാംസപേശികളും വാരിയെല്ലുകളും അത്രമാത്രം ഭദ്രമായിട്ട് ഹൃദയം സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്വാസകോശങ്ങൾക്കുണ്ടാകുന്ന അണുബാധ, ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം നെഞ്ചുവേദന ഉണ്ടാക്കാം. തീർച്ചയായിട്ടും. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? സുരേഷ് ചോദിച്ചോളൂ. സാറേ, പിന്നെ ഈ കൊളസ്ട്രോളിന് സാറേ ഇത് ഭക്ഷണത്തിൽ എന്താ സാറേ നോക്കേണ്ടത്? ഭക്ഷണത്തിൽ നോക്കേണ്ടത് അത് തീർച്ചയായിട്ടും നമ്മളിപ്പം വിശദീകരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധമില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സയാണ് ഇന്നത്തെ വിഷയം. കൊളസ്ട്രോൾ തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന ഒരു ആപത് ഘടകം മാത്രം. ഏതാണ്ട് 8-9, അതായത് പ്രഷർ, പ്രമേഹം, വർദ്ധിച്ച കൊളസ്ട്രോള്, പുകവലി, അമിത വണ്ണം, വ്യായാമരാഹിത്യം, മനോസംഘർഷം, ഇങ്ങനെയുള്ള നിരവധി ആപത് ഘടകങ്ങളിൽ ഒരു പ്രധാനം മാത്രമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ മെഴുകു പോലുള്ള ഒരു കൊഴുപ്പ് പദാർത്ഥമാണ് രക്തത്തിൽ കാണുന്ന. ഈ പദാർത്ഥം നമ്മളെ ഭക്ഷണത്തിലൂടെയോ പ്രധാനമായിട്ട് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിനുള്ളിൽ ചെല്ലുന്നു. കൂടാതെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു 70-80% കരൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 20%-ഓളം ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെല്ലുന്നു. ഇതിൻ്റെ അളവ് ശരീരത്തിൽ രക്തത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലാന്തരത്തിൽ ഈ കൊഴുപ്പ് കണികകൾ ധമനികളുടെ പൊതുവായി ശരീരത്തിലാകമാനമുള്ള ധമനികളുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഹൃദയ ധമനികളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുകയും അതിലൂടെയുള്ള രക്തസഞ്ചാരം ദുഷ്കരമാക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് വാസ്തവം പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കം. അപ്പോൾ ഭക്ഷണത്തിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കത് വേറൊരു ഒരു ടോക്കിൻ്റെ വിഷയമായിട്ട് നാം എടുക്കുകയാണ്. കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ആപത് ഘടകങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നു. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാർട്ട് അറ്റാക്കിനെ പറ്റിയാണ്. അതിലേക്ക് തിരിച്ചു വരാം. നെഞ്ചുവേദന. അപ്പോൾ നാം ശ്വാസകോശങ്ങൾക്കുണ്ടാകുന്ന അണുബാധ നെഞ്ചുവേദന ഉണ്ടാക്കാറുണ്ടെന്ന് നോക്കണം. ദുസ്സഹമായ നെഞ്ചുവേദന. അപ്പം നെഞ്ചിലുള്ള എന്ത് അസ്വാസ്ഥ്യവും ഹാർട്ട് അറ്റാക്ക് ആകണമെന്നില്ല. പക്ഷേ ആ ഒരു രോഗനിർണയവും വേർതിരിച്ചെടുക്കലും വിഷക്കുരൻ്റെ വകുപ്പാണെന്ന് ഓർക്കണം. അതിൽ ഒരു രോഗി ഒരു മുറിവൈദ്യനായോ മറ്റെന്തെങ്കിലും വിധത്തിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ തുടങ്ങരുത്. ഉദാഹരണത്തിന് നമുക്ക് വാരിയലുകൾക്കുണ്ടാകുന്ന, അസ്ഥികൾക്കുണ്ടാകുന്ന, ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന നെഞ്ചിലെ പേശികൾക്കുണ്ടാകുന്ന അണുബാധകൾ അങ്ങേയറ്റം വേദന ഉണ്ടാക്കാറുണ്ട്. അപചയങ്ങൾ വേദന ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അന്നനാളം, അതായത് നമ്മുടെ ഇസോഫാഗസ്, അന്നനാളത്തിലുണ്ടാകുന്ന അസിഡിറ്റി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, നമ്മുടെ ആമാശയത്തിൽ നിന്നും ആസിഡിറ്റി, അതായത് നമ്മുടെ ആസിഡും മറ്റും മുകളിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെ നെഞ്ചിൽ കലശലായ നെഞ്ച് നീറ്റലുണ്ടാകാറുണ്ട്. ഹാർട്ട് ബേൺ, ആഗ്നേയ ഗ്രന്ഥി, അതായത് പൻക്രിയാസ് ഗ്രന്ഥിക്കുണ്ടാകുന്ന അണുബാധ, അല്ലെങ്കിൽ പിത്തസഞ്ചിക്കുണ്ടാകുന്ന അണുബാധ. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ചുറ്റുപാടുമുള്ള അയൽപ്പക്കത്തുള്ള ഓരോരോ അവയവങ്ങൾക്കുണ്ടാകുന്ന അപചയവും വീക്കവും അണുബാധയുമെല്ലാം കലശലായ നെഞ്ചുവേദന ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ടെന്ന് ഓർക്കണം. പക്ഷേ എന്തൊക്കെ ആണേലും നെഞ്ചുവേദന എന്നുള്ളത് ഹൃദ്രോഗത്തിൻ്റെ ഒരു കാർഡിനൽ സിംറ്റമാണെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണമാണെന്നും മറ്റ് പല രോഗലക്ഷണങ്ങളോടൊപ്പം ശ്വാസതടസ്സം, തലകറക്കം, തളർച്ച, മലവേഗം, വയറ്റിലെ അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള മറ്റ് പല അസ്വസ്ഥതകളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗലക്ഷണമാണ് നെഞ്ചുവേദന എന്നിരിക്കെ അപ്രതീക്ഷിത മുഹൂർത്തത്തിൽ എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ ഒക്കെയുള്ള വ്യായാമത്തിൽ ആയാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഒരാൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായി നോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറുടെ അടുത്തോ ആശുപത്രിയുടെ അടുത്തോ എത്തുക എന്നുള്ളതാണ്. അവിടെ നെഞ്ചുവേദന ഗ്യാസ് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഗ്യാസിൻ്റെ ഒറ്റമൂലികൾ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് ആശുപത്രിയിൽ പോകാം. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ. ഇങ്ങനെയുള്ള ചിന്താഗതികൾക്ക് വഴിപ്പെടാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറുടെ അടുത്ത് ചെല്ലുക. ഡോക്ടർ അടുത്തുള്ള അതിന് ഏറ്റവും സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിൽ ചെയ്തിട്ട് അവിടുത്തെ ചികിത്സയോ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഏറ്റവും നല്ല ആശുപത്രികളിലേക്ക്, മറ്റ് ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ റെഫർ ചെയ്യുക. അപ്പോൾ നെഞ്ചുവേദന എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന് ദുസ്സഹമാണ്, നിരാലംബനാക്കുന്ന വേദനയാണ്, മരണഭീതി ഉണ്ടാക്കുന്ന വേദനയാണ്.
അവിടെ ഒരു മുറിവൈദ്യനോ നാം എന്തെങ്കിലും തരത്തിലുള്ള ഒറ്റമൂലികൾ കൊണ്ട് നമ്മൾ ആശ്വാസം തേടാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തുക. കാരണം ഞങ്ങൾ പറയാറുണ്ട് ടൈം ഈസ് മസിൽ എന്ന്. ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള നെഞ്ചുവേദനയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറുകളിൽ ഏതാണ്ട് 60-70% ആൾക്കാർ മരണസാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹൃദ്രോഗം തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സ സമുചിതമായി കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. തീർച്ചയായിട്ടും. വെൽക്കം ടു ഡോക്ടർസ് ക്യാബിൻ. ആരാണ്? നമസ്കാരം മാഡം. ഞാൻ കൊല്ലം അഷ്ടമുടിയിൽ നിന്ന് ആനന്ദകുമാറാണ് സംസാരിക്കുന്നത്. അനന്തകുമാർ ചോദിച്ചോളൂ. നമസ്കാരം സാറേ. ഈ ഗ്യാസിന്റെ ഒരു പേഷ്യന്റാണ് ഞാനേ. അന്നേരം നമ്മൾ ഗ്യാസ് കയറി എപ്പോഴും പിടുത്തോ, അന്നേരം അത് എപ്പോഴും ഹാർട്ടിന് ബാധിക്കും എന്നൊക്കെ പറയുന്ന, നെഞ്ചുവേദന വരുമെന്നൊക്കെ പറയുന്നതുള്ളതാണ് സാർ. അനന്തകുമാറിന്റെ വയസ്സ് 45. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രഷർ, പ്രമേഹം, പുകവലി അങ്ങനെയുള്ള എന്തെങ്കിലും അനന്തകുമാറിനുണ്ടോ? പുകവലി ഞാൻ നിർത്തി വെച്ചിരുന്നേ, പിന്നെ പിന്നെയും വല്ലപ്പോഴും വലിക്കുന്നു. പ്രഷർ അങ്ങനെ അമിത വണ്ണമുണ്ടോ? വണ്ണമുണ്ട്. അപ്പോൾ അനന്തകുമാറെ, അത് ഓർക്കേണ്ട ഒരു കാര്യം, പുകവലിക്കുന്ന ഒരാൾ, അമിത വണ്ണമുള്ള ഒരാൾ, എന്ത് ജോലിയാണ് താങ്കൾ ചെയ്യുന്നത് എനിക്കറിയില്ല. എത്രയൊക്കെ ആണെങ്കിലും ഗ്യാസ് എന്നുള്ളത് വയറ്റിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. ഗ്യാസ് അത് നമുക്ക് പലപ്പോഴും ഒരു അസ്വസ്ഥത, അത് നമ്മുടെ ദഹനക്കേട് കൊണ്ട്, ആമാശയാന്ത്രങ്ങളിലെ ഓരോ തരത്തിലുള്ള അണുബാധ കൊണ്ട്, അസിഡിറ്റി കൊണ്ട്, അൾസർ കൊണ്ട് ഗ്യാസിൻ്റെ ഉണ്ടാകാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തവർ, അല്ലെങ്കിൽ ശോധന ലഭിക്കാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് ഉണ്ടാകാം. പക്ഷെ അതോടൊപ്പം തന്നെ നാം അറിയേണ്ട ഒരു കാര്യമാണ്, നാം ആയാസപ്പെടുമ്പോൾ, എന്തെങ്കിലും ഭാരം നാം എടുക്കുമ്പോൾ, വേഗത്തിൽ നടക്കുമ്പോഴൊക്കെ ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് വരുന്നവർ ഒട്ടും നല്ലൊരു സംഖ്യ പലപ്പോഴും ECG എടുക്കുമ്പോഴും ഞങ്ങൾ ട്രെഡ്മിൽ പരിശോധനയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് ഹൃദ്രോഗം ഉണ്ടാകുന്നതായി തെളിയാറുണ്ട്. അപ്പോൾ ഒന്നിനും നാം ഓർക്കണം, നമ്മൾ വൈദ്യ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള, അറിവ് സമ്പാദിച്ചിട്ടുള്ള ബിഷപ്പുകാരന്മാരുണ്ട്. ഈ വക കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നതാണ് എത്രയും നല്ലത്. അപ്പം നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എല്ലാ നിസ്സാര കാര്യങ്ങൾക്കും ആശുപത്രിയിലേക്ക് ഓടിപ്പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വയറ്റിൽ തുടർച്ചയായിട്ട് ഗ്യാസ് ഉണ്ടാകുന്നു, വല്ലപ്പോഴും ഉണ്ടാകുന്നില്ല. പക്ഷെ അതൊരു അസ്വാസ്ഥ്യമായിട്ട് വരുമ്പോൾ പക്ഷേ ആ മരുന്നുകൾ കൊണ്ടൊന്നും പോരാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ തീർച്ചയായിട്ടും താങ്കളൊരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകുകയും ECG എടുക്കുകയും ട്രെഡ്മിൽ പരിശോധന ചെയ്യുകയും, ഇനി അതല്ല അൾസറോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ട് ഒരു ഗാസ്ട്രോസ്കോപ്പി ചെയ്ത് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയുകയും ചെയ്യുക. പലപ്പോഴും നാം ഈ വക കാര്യത്തിൽ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ തീർച്ചയായിട്ടും അതിന് വിധേയമാകുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കിനി ഹാർട്ട് അറ്റാക്കിനുള്ള ചികിത്സകളിലേക്ക് കടന്നു വരാം. തീർച്ചയായിട്ടും. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റേത് ശരീരത്തിലെ പേശികൾക്കും കോശവ്യൂഹങ്ങൾക്കും ആവശ്യമായി വരുന്നതുപോലെ ഹൃദയപേശികൾക്കും പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും വേണം. നാം ഓർക്കണം, ശരീരത്തിൻ്റെ കോശ ഘടനയും ഊർജ നിർമ്മാണ പ്രക്രിയയും നടക്കുന്നത് അവിടെ പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും സദാസമയവും എത്തിച്ചേരുന്നത് കൊണ്ടാണ്. അതിനുള്ള വിഘ്നം വരുമ്പോൾ ആ കോശങ്ങൾ നിർജ്ജീവമായി ചത്തൊടുങ്ങുകയാണ്. അത് ശരീരത്തിൽ ഏത് കോശത്തിൻ്റെയും കാര്യം അതാണ്. 24 മണിക്കൂറും യാതൊരു ഒരു പിഴവും കൂടാതെ സദാസമയവും ആ രക്തസഞ്ചാരമാണ് ശാഖോപശാഖകളായി വിഘടിച്ച് ശരീരമാസകലം കിടക്കുന്ന ധമനി വ്യൂഹങ്ങളിലൂടെ നടക്കുന്നത്. അതിൻ്റെ തുടക്കമാകട്ടെ ഹാർട്ടാണെന്ന് ഓർക്കണം, ഹൃദയമാണെന്ന് ഓർക്കണം. ഏതാണ്ട് 300-350 ഗ്രാം തൂക്കമുള്ള ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് സാധാരണയായി കാണാറുള്ള ആ ഹൃദയം ഒരു മസിൽ പമ്പാണ്. ആ മസിൽ പമ്പ് എന്നുള്ളത് ദിവസം ഏതാണ്ട് 1,00,000 പ്രാവശ്യം പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവൻ പ്രാണനെ താങ്ങുന്നതെന്ന് ഓർക്കണം. പ്രാണനെ താങ്ങി നിർത്തുന്ന ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ടാണ് ഞാൻ ഹൃദയത്തെ കാണുന്നത്. തീർച്ചയായിട്ടും. വെൽക്കം ടു ഡോക്ടർസ് ക്യാബിൻ. ആരാണ്? ചോദിച്ചോളൂ. ഓക്കെ. അപ്പോൾ ആ ഹൃദയം ഒരു മസിൽ പമ്പായി ശരീരമാസകലം രക്തം എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം 1,00,000-ലധികം പ്രാവശ്യം പിടിച്ചുകൊണ്ട് നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആയാസത്തിലേർപ്പെടുമ്പോഴുമൊക്കെ ഊർജ്ജസ്വലമായി നമ്മുടെ പ്രാണനെ താങ്ങി നിർത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്ന് ഓർക്കണം. ആ ഹൃദയം സുദൃഢമായ മസിൽ കൊണ്ട്
ഹൃദയപേശികൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ഓർക്കണം. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും രക്തം വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലെ എല്ലാ കോശവിഭാഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ കോശവിഭാഗങ്ങൾക്കും സുഗമമായി പ്രവർത്തിക്കുന്നതിന് രക്തം എത്തിച്ചേർത്തണം. ആ ഹൃദയത്തിലേക്കുള്ള ഹൃദയധമനികൾ ഉടയതമ്പുരാൻ വെച്ചിരിക്കുന്നത്, അതായത് ഹൃദയത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന മഹാധമനിയുടെ ചുവട്ടിലുള്ള 2 രക്തക്കുഴലുകളാണ് ആദ്യമായിട്ട് രക്തം കൊടുക്കുന്ന ഹൃദയത്തിനാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം അറിയണം. പിന്നീടാണ് മറ്റ് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രക്തം എത്തിച്ചേരുമെന്ന് ഓർക്കണം. കാര്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനം അനുസ്യൂതമാണെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കൂ എന്നതുകൊണ്ട് ഈ ഹൃദയധമനികൾ 2 ഹൃദയധമനികൾ ഇടത്തെയും വലത്തെയും അത് വിഘടിച്ച് പ്രധാനമായി 3 ധമനികളായി വീണ്ടും വിഘടിച്ച് സൂക്ഷ്മ ലോമികളായിട്ട് ഹൃദയപേശികളിൽ ആഴ്ന്നിറങ്ങിയാണ് രക്തം നൽകുന്നത്. അങ്ങനെ ഹൃദയപേശികളിൽ പ്രാണവായുവും പോഷകപദാർത്ഥങ്ങളും എത്തി ഉപാപചയ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി നടന്ന് ഊർജ നിർമ്മാണം നടന്ന് മസിലുകൾ പമ്പ് ചെയ്ത് ഹൃദയ അറകൾ സജീവമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുമ്പോൾ സുഗമമായി രക്തം പ്രവഹിക്കുന്നു. ഈ രക്തം മഹാധമനി വഴി വീണ്ടും ശാഖകളായി ശരീരത്തിൻ്റെ ഓരോ വശങ്ങളിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ കൈ അനക്കുന്നത് തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഏറുന്നതുകൊണ്ട്, ഹൃദയത്തിൻ്റെ പമ്പിങ് കാരണം എൻ്റെ കൈകളിലെ രക്തം എത്തിച്ചേരുന്നതുകൊണ്ട് മാത്രമാണ് കൈ എനിക്കിങ്ങനെ അനക്കാൻ പറ്റുന്നതെന്ന് ഓർക്കണം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. തീർച്ചയായിട്ടും. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? സാറേ, ഞാൻ കായംകുളത്ത് നിന്ന് പ്രകാശാണ് വിളിക്കുന്നത്. പ്രകാശ് ചോദിച്ചോളൂ, കുറച്ചുകൂടി ഉറക്കെ ചോദിച്ചോളൂ. സാറേ, എന്റെ വൈഫിന് കൊളസ്ട്രോൾ 236 ഉണ്ട്. ഓക്കെ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. വൈഫിന്റെ വയസ്സ് 27 വയസ്സ്. ഓക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന, പുറം കൈകാല് കലപ്പം, അങ്ങനെ പുറമെ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് അങ്ങനെ മരുന്ന് കഴിച്ച് ഞങ്ങൾ എക്സസൈസ് ചെയ്ത് കുറച്ചൊക്കെ ലിമിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്കിൽ തന്നെ ഇപ്പൊ പിന്നെ പോയി ചെക്ക് ചെയ്ത സമയത്താണ് ഇതുപോലെ കൊളസ്ട്രോൾ 236 ആണ്. ഞാൻ പറയാം, എനിക്ക് താങ്കളുടെ ചോദ്യം മനസ്സിലായി. അതായത് കൊളസ്ട്രോൾ 236 തീർച്ചയായിട്ടും പുതിയ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് പ്രകാരം കൊളസ്ട്രോൾ ഏതാണ്ട് 200, പൊതുവായ കൊളസ്ട്രോൾ 200-150 താഴെ ഇരിക്കണമെന്നാണ്. കാര്യം ഹൃദ്രോഗമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു ആപത്ഘടകമാകുന്നു. 27 വയസ്സുള്ള താങ്കളുടെ ഭാര്യയ്ക്ക് ഹൃദ്രോഗമുണ്ടാകാനുള്ള, അതായത് ഈ ജനിതാവസ്ഥ മൂലമുള്ള ഹൃദയധമനികൾ, നമ്മൾ ഉദ്രോഗം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മറ്റ് പല ടോക്കുകളിൽ നാം അത് വിശദീകരിക്കാൻ പോവുകയാണ്. ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ജനിതാവസ്ഥ മൂലം ഹൃദയധമനികളിൽ അടഞ്ഞുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന ഉദ്രോഗം മാത്രമാണ്. അതിൽ നിന്നുള്ള സാധ്യത 27 വയസ്സുള്ള താങ്കളുടെ ഭാര്യയ്ക്ക് വളരെ കുറവാണ്. കാരണം സ്ത്രീകൾക്ക് തമ്പുരാൻ, അതായത് ധരിക്കുന്നതിനും കുട്ടികളെ വളർത്തുന്നതിനുമൊക്കെ ആയിട്ട് മെനോപൗസ്, അതായത് ആർത്തവ വിരാമത്തിനു മുമ്പ് ഒരു പ്രത്യേക സംരക്ഷണം നമ്മുടെ ദൈവം നൽകിയിട്ടുണ്ടെന്ന് ഓർക്കണം. കാരണം കുട്ടികളെ ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനും വളർത്തുന്നതിനുമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി സ്ത്രീ ശരീരത്തിൽ സ്ത്രൈണ ഹോർമോണുകളായ ഈസ്ട്രോജനും മറ്റും സുലഭമായിട്ടുണ്ടെന്ന് ഓർക്കണം. ആ സാഹചര്യത്തിൽ ഋതുവിരാമത്തിന് മുമ്പ്, ആർത്തവ വിരാമത്തിന് മുമ്പ് ഈ സ്ത്രൈണ ഹോർമോണുകളായ ഈസ്ട്രോജനും മറ്റും നല്ലൊരു പരിധിവരെ ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ, അതായത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന കൊളസ്ട്രോളുകളെ, ഹൈ സാന്ദ്രത കൂടിയ കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്തുകൊണ്ട് ആ സ്ത്രീയെ, ചെറുപ്പക്കാരിയായ സ്ത്രീയെ ഹൃദ്രോഗത്തിൽ നിന്ന് പരിരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആർത്തവ വിരാമം കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു തീരട്ടെ ശ്രീ ആനന്ദ് പ്രകാശ്, അപ്പം ആർത്തവ വിരാമം കഴിയുമ്പോൾ ഹൃദ്രോഗ സാധ്യത കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട 27 വയസ്സുള്ള താങ്കളുടെ ഭാര്യയ്ക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്ന ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും, എന്നാൽ ഇത്തരം ഉള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന കൊളസ്ട്രോളും മറ്റും കുറയ്ക്കേണ്ടതുള്ളതുകൊണ്ടും ഭക്ഷണ ജീവിത ക്രമീകരണത്തിലൂടെയും അതുപോരെങ്കിൽ ഔഷധങ്ങളുടെ സഹായത്താലും കൊളസ്ട്രോൾ 200-ൽ കുറയ്ക്കുവാൻ ശ്രമിക്കുക. താങ്കൾക്ക് ഇനി ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് ഈ ചുമച്ചുകൊണ്ട് സർദിലുണ്ടാകുന്നുണ്ട്. അതും ഇതുമായിട്ട് ബന്ധമില്ല പ്രകാശ്, അതും നാം ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ചികിത്സകളെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത്, നൂതന ചികിത്സകളെ പറ്റിയായിരുന്നു. അപ്പോൾ അപ്പോൾ ഹൃദയ പേശികളിലേക്ക് രക്തം എത്തിച്ചേരണം. അത് നൽകുന്നത് ഹൃദയത്തിൻ്റെ ഉത്ഭവിക്കുന്ന മഹാധമനിയുടെ ചുവട്ടിലുള്ള 2 കൊറോണറി ധമനികളിലൂടെയാണെന്ന് ഓർക്കണം. ഈ കൊറോണറി ധമനികളെ, ഹൃദയധമനികളെ രോഗാതുരതയിൽ നിന്നും എപ്രകാരം സംരക്ഷിക്കാം എന്നതിനു വേണ്ടിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണം. റിസർച്ചിൽ ഏറ്റവും കൂടുതൽ പണം ലോകത്ത് ചെലവഴിക്കപ്പെടുന്നത്
മരണത്തിനു കാരണമായ ഈ ഹൃദയധമനികളിലെ ബ്ലോക്ക് എപ്രകാരം ഉണ്ടാവാതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതിനാണ്. ഈ നാം ഇപ്പോൾ ചോദിച്ച പോലുള്ള കൊളസ്ട്രോളിൻ്റെ ആധിക്യം, പ്രഷർ ക്രമീകരിക്കാതെ പോവുക, പ്രമേഹത്തിൻ്റെ ആധിക്യം, വ്യായാമരാഹിത്യം, ദുർമേധസ്, സ്ട്രെസ്സ്, കൊളസ്ട്രോളിൻ്റെ ഓരോ ഉപഘടകങ്ങളുടെ ആധിക്യം, ഇതൊക്കെ മൂലം നമ്മുടെ ജീവിതത്തിലെ അപഥ്യമായ വികലമായ ജീവിതചര്യകളുടെയും ഭക്ഷണചര്യകളുടെയും കാരണത്താൽ കാലാന്തരത്തിൽ ഈ ഹൃദയധമനികളിൽ കൊളസ്ട്രോളും മറ്റ് കണികകളും അടിഞ്ഞുകൂടുകയും അവിടെ ഒരു പ്ലാക്ക്, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ബ്ലോക്ക് ആണ് കാലാന്തരത്തിൽ വിണ്ട് കീറി അവിടെ ഒരു രക്തക്കൊട്ടയുണ്ടായി ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഏറ്റവും ഏത് ഹൃദയധമനിയിലാണ് ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്, ആ ഹൃദയധമനി പരിപോഷിപ്പിക്കുന്ന ഹൃദയ പേശികളുടെ ഭാഗങ്ങളാണ് നിർജീവമായി പോകുന്നത്. ഏതാനും സെക്കൻഡുകളോളം ഹൃദയകോശങ്ങളിൽ പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും എത്തിച്ചേർന്നെങ്കിൽ ആ ഹൃദയം മരണാവശേഷമാകെ മൃത്യുവിന് അടിമപ്പെടുകയാണെന്ന് ഓർക്കണം, അത് ചത്തൊടുങ്ങുകയാണെന്ന് ഓർക്കണം. ഏതാനും മിനിറ്റുകളോളം ഹൃദയകോശങ്ങളിൽ രക്തം എത്തിച്ചേർന്നില്ലെങ്കിൽ അത് വീണ്ടും പുനരുദ്ധരിക്കാൻ വയ്യാത്ത വിധം മരണപ്പെടുകയാണെന്ന് ഓർക്കണം. ഇത് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക്. യെസ്, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ചോദിച്ചോളൂ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ചോദിച്ചോളൂ. ഹലോ. യെസ്. എന്റെ ഹസ്ബൻഡിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങള്, പിന്നെ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ എരിച്ചില് പോലെ തോന്നണു, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ എന്തായിരിക്കും കാര്യം എന്നൊന്നും അറിയാൻ. തീർച്ചയായിട്ടും താങ്കളുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അതായത് ഒരു സ്റ്റെൻറ്റ് ഇട്ടു, അതിനോടനുബന്ധിച്ച് മരുന്നുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ പലപ്പോഴും വയറ്റിൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കാറുണ്ട്. ആ അസ്വാസ്ഥ്യം കുറയ്ക്കുവാനുള്ള ചില മരുന്നുകളുണ്ട്, അതും അതോടൊപ്പം സേവിക്കാം. ആ മരുന്നുകൾ എപ്പോഴും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് കുറയ്ക്കുവാനുള്ള മറ്റ് ചില മരുന്നുകൾ നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം. അതൊക്കെ തീർച്ചയായിട്ടും താങ്കളുടെ ഭർത്താവിനെ ചികിത്സിക്കുന്ന ഹൃദ്രോഗ വിദഗ്ധനോട് ചോദിക്കുക. ഏത് തരത്തിലുള്ള മരുന്നുകളാണ്, ചില ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ ഒത്തിരി ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്, പലർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. ഈ വക സാഹചര്യങ്ങൾ അതിന് ഉചിതമായ മറ്റ് ഔഷധങ്ങളെ അഭയം പ്രാപിക്കുക. താങ്കളുടെ മൂത്രസംബന്ധമായ പ്രയാസങ്ങളും ഇതുമായിട്ട് ബന്ധമില്ല എന്നോർക്കണം. അതിന് മറ്റ് എന്തെങ്കിലും ഒരു യൂറോളജിസ്റ്റിനെയോ മറ്റോ ഒക്കെ കണ്ടിട്ട് അതിനുള്ള മരുന്നുകൾ ലഭിക്കുക. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, സമയപരിമിതി ആയിരിക്കുന്നു. അതെ, അപ്പോൾ അങ്ങനെ വരുന്ന ഇതിലാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, ഹാർട്ടിൻ്റെ ഹൃദയപേശികളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുന്നു. ഈ സാഹചര്യത്തിലാണ് നാം ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. എത്രയും പെട്ടെന്ന് ഇന്ന് 2015 കാര്യം പറയുകയാണെങ്കിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ രോഗിക്ക് സാമ്പത്തികമായി സാഹചര്യമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. അതായത് നമ്മളൊരു കത്തീറ്റർ കൊണ്ടുവന്ന് ഹൃദയധമനികളിൽ കടത്തിയിട്ട് ആ രക്തക്കട്ട വലിച്ച് പുറത്തേക്ക് കളഞ്ഞ് അത് വികസിപ്പിച്ച് അവിടെ സ്റ്റെൻറ്റ് ഇടുക. ലോഹനിർമ്മിതമായ ഒരു ലോഹച്ചുരുളിടുമ്പോൾ അതിലൂടെയുള്ള രക്തം അനുസ്യൂതമായി പ്രവഹിക്കുകയും നിർജീവമായ ഹൃദയകോശങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് ഇന്നത്തെ ഏറ്റവും സമുചിതമായ ചികിത്സ. ഇതിന് പണം ചിലവുണ്ട്, അതിന് സാഹചര്യമുള്ളവർ അത് തന്നെ ചെയ്യുക. അല്ലാത്തവർക്ക് 1970കളിൽ രംഗപ്രവേശം ചെയ്ത ത്രോംബോലൈറ്റിക് തെറപ്പിയുണ്ട്. ഒരു രക്തക്കട്ട അലിയിക്കുന്നതിനുള്ള ഔഷധങ്ങൾ കുത്തിവെച്ച്, ചിലവ് കുറഞ്ഞ ചികിത്സയാണ്. അത് ഒരു നല്ല ശതമാനം വരെ പല രക്തക്കട്ടകളും അലിയിക്കാറും വീണ്ടും രക്തസഞ്ചാരം സുഗമമാക്കാറുമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഈ 2 ചികിത്സകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക, ഒപ്പം തീവ്രപരിചരണ വിഭാഗത്തിലെ മറ്റ് ഔഷധങ്ങളും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു രോഗാതുരതയാണെന്നും അതുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവൈദ്യനായി അതുമായിട്ട് നാം എന്തെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസിൽ എത്താതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി, അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി നിങ്ങൾക്കത് പറ്റുമെങ്കിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവിടെ ആ രക്തസഞ്ചാരം സുഗമമാക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ ഒരു ലൈറ്റിക് ട്രീറ്റ്മെൻറ്റ്, ഓരോ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒപ്പം ഡോക്ടർ പറയുന്നവരെ ആശുപത്രിയിൽ വിശ്രമിച്ച് തീവ്രപരിചരണ വിശ്രാമത്തിൽ ചികിത്സയ്ക്ക് വിധേയമായി നിങ്ങളുടെ ജീവനെ രക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടേഴ്സ് ക്യാബിനിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ ഇവിടെ പൂർണ്ണമാകുന്നു. തിങ്കളാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽതി.